മാൻ പവർ കുറച്ച സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകി അല്ലെങ്കിൽ മുൻതൂക്കം നൽകുന്നതിലൂടെ നടപടികൾ കൂടുതൽ കൃത്യതയോടെ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. AI ടൂളുകളാണ് ഇതിൽ പ്രധാനമായി ഉള്ളത്. ലാവൻഡർ എന്ന AI പ്രോഗ്രാം ഉപയോഗിച്ച ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് 37,000 ഹമാസ് പ്രവർത്തകരെ തിരിച്ചറിഞ്ഞു എന്നാണ് അറിയുന്നത്. ഹമാസ്, ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളെ തിരിച്ചറിയാനും ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്ന AI ടൂളാണ് ലാവൻഡർ. മനുഷ്യർ ഇടപെടുമ്പോൾ ധാരാളം സമയമെടുത്തേക്കാവുന്ന ദൗത്യങ്ങൾ ഈ AI സഹായത്താൽ വളരെ പെട്ടെന്ന്, കൂടിപ്പോയാൽ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലാവൻഡറിന് പുറമെ ഗോസ്പൽ എന്ന മറ്റൊരു AI ടൂളും ഇവർ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യനെ കൂടാതെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പോലും അതുപോലെ തന്നെ വലിയ വസ്തുക്കളെല്ലാം തന്നെ ഇതുപയോഗിച്ച് തകർക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ടൂൾ ഉപയോഗിച്ച കൃത്യമായി പഠിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്.